ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് മാന്തളാണ്. മാന്തൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതെല്ലാവർക്കും അറിയും മാന്തൾ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഫ്രൈ ആണ് കേട്ടോ. മാന്തൾ പുളിയിലെ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ഈ മാന്തൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ചെയ്താലോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ പച്ച മാന്തൾ ഒന്ന് നന്നായി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുളിയിലെ പച്ചമാന്തൾ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയിലയാണ് കേട്ടോ. അതിന് ശേഷം വേണ്ടത് വലിയുള്ളി എടുക്കാം, പിന്നെ ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പച്ചമുളക്. ഇത്രയാണ് വേണ്ടത്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളകാണ് ബെസ്റ്റ്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പച്ചമുളകേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പുളിയില പച്ചമാന്തൽ ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പുളിയിലെ പച്ചമാന്തൽ ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയില നമ്മൾ ഇല മാത്രം പറിച്ചെടുത്തു, അതിൻ്റെ കൊത്ത് നമ്മൾ കളഞ്ഞു. പിന്നെ അതിന് ശേഷം കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. കണ്ടോ. പിന്നെ വലിയുള്ളി, സബോള ഒന്ന് ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. കണ്ടോ. ഇതുപോലെ ഒരു പാകത്തിൽ കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ച മാന്തൾ ഉണ്ടല്ലോ, പച്ച മാന്തൾ, അതിലോട്ട് ഈ പേസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എടുത്തു വെച്ച പച്ച മാന്തളിലോട്ട് നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്ത പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊരു ബോക്സിലോട്ട്, ഒരു കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ. അപ്പോഴേക്ക് നന്നായി ഇതിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താലോ. 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പുളിയിലെ പച്ചമാന്തൽ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഐറ്റം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു. 1 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. അതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഫ്രൈ ചെയ്താലോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനിലോട്ട്. കണ്ടില്ലേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ പുളി ഇലൻ്റെയും അതുപോലെ തന്നെ നല്ല പച്ചമുളകിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മീനിൽ പച്ചമാന്തളിൽ പിടിച്ച് കഴിയുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ നോർമൽ വറുക്കും പോലെയല്ല, അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുളിയിലെ മാന്തൾ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നല്ല പുളിയിലിൻ്റെയും ആ പച്ചമുളകിൻ്റെയൊക്കെ മണമുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുനുന്ത് പുളിയില വേണം പറിക്കാനായിട്ട്. ഒരുപാട് മൂത്ത പുളിയില പറ്റില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, ബാക്കിയുള്ള മാന്തളും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ. ആ പച്ച കളറിൽ നല്ല ഭംഗിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ആ ഒരു മണമുണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇത് 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കണം.
നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പച്ചപ്പുളിയിലെ പച്ചമാന്തൽ ഫ്രൈ ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല മണവും നല്ല രുചിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ദാ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്. നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുന്ന പോലെയല്ലല്ലോ. കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആവില്ലേ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ കുനുന്ത് പുളിയില വേണം കേട്ടോ പറിക്കാനായിട്ട്. നമ്മൾ പുളിൻ്റെ ഇല കുനുന്ത് വേണം പറിക്കാൻ. അതിൻ്റെ അറ്റത്തുണ്ടാവും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള പുളിയിലയാണ് നമുക്കിതിന് വേണ്ടത്. ഡാർക്ക് വേണ്ട കേട്ടോ. നന്നായി മൂത്ത പുളിയില നമുക്ക് ആവശ്യമില്ല. പിന്നെ എല്ലാവരും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പോലെ വളരെ സേഫായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പച്ചപ്പുളിയിലയും അതൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് അപ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. പൊള്ളലൊന്നും വരാതെ സേഫായിട്ട് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.